അപ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുകയാണ്. ചെറിയ പ്രതികരണം ഉണ്ടാവുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. മൈക്ക് വെക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. എന്താണ് അതിലെ പ്രതീക്ഷകൾ എന്ന ചെറിയൊരു വാക്കിൽ, രണ്ട് വാക്കിൽ എന്താണ് ബജറ്റിന്റെ ഒരു സത്ത എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും, ചിലപ്പോൾ പറയാതിരിക്കും. ചിരിയാണ് ഇപ്പോൾ ഉള്ളത്. വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സഭയിലേക്ക് പോവാണ്. പ്രതികരണം ഫോട്ടോ ഓപ്ഷനായിട്ട് എന്താണ് ബജറ്റ് ബാഗ് ഉയർത്തിപ്പിടിക്കുന്ന എന്താണ് നേരത്തെയൊക്കെയുള്ള എപ്പോഴുമുള്ള ഫോട്ടോ ഓപ്ഷനാണ്. ഷബീദ് റാവുത്തർ അദ്ദേഹം എന്തെങ്കിലും മിണ്ടുവോ? ക്യാമറകൾക്ക് നടുവിൽ പെട്ടുപോയി അദ്ദേഹത്തിന്. അയ്യോ മൊത്തം ക്യാമറ അല്ലേ? എന്റെ പോലെ ഇത്രയും ക്യാമറ കേരളത്തിലുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, അതിൽ PT എന്നെ ഒഴിച്ചാൽ ബാക്കി എല്ലാം നമ്മുടെ ക്യാമറയാ. അദ്ദേഹം കാറിൽ കയറി കഴിഞ്ഞു. ഷബീദ് റാവുത്തർ, വിവരങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൌസിൽ നിന്ന് അദ്ദേഹത്തിന്റെ കന്നി ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി യാത്ര തിരിക്കുകയാണ്. അദ്ദേഹം കാറിലേക്ക് കയറിയിട്ടുണ്ട്. അല്പസമയത്തുള്ള അദ്ദേഹം നിയമസഭയിലേക്ക് എത്തും. 8:30, നേരത്തെ നമ്മൾ പറഞ്ഞത് 8:45 പക്ഷേ 8:45 8:30 ഷാർപ്പ് 8:30 തന്നെ അദ്ദേഹത്തിന്റെ കന്റോൺമെന്റ് ഹൌസിലെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. 8:35 സമയം. ഇനി നിയമസഭയിലേക്ക് എത്തുന്നു. നിയമസഭയിൽ അദ്ദേഹം മറ്റ് നേതാക്കളെ, അവരുടെ കക്ഷി നേതാക്കളെ അടക്കം കാണും. അതിനുശേഷമായിരിക്കും നിയമസഭയിലേക്ക് എത്തുക. ഏതായാലും വി ഡി സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കന്നി ബജറ്റ് എന്നതിനപ്പുറത്തേക്ക് കേരളം പ്രതീക്ഷയോടെ 10 വർഷത്തിന് ശേഷമുള്ള നയമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ ആകാംക്ഷയും രാഷ്ട്രീയ കൗതുകവും. മാത്രമല്ല, എന്തൊക്കെ തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ സംസ്ഥാനത്തിന് വേണ്ടി ഉണ്ടാകും, പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കും, അതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും പ്രതീക്ഷയോടെ നമ്മൾ കാണുന്നത് വി ഡി സതീശൻ തന്നെ മനസ്സിൽ സ്വപ്നമായി കൊണ്ടുതരുന്ന പലതരത്തിലുള്ള പദ്ധതികളുണ്ട്. ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഏത് തരത്തിലുള്ള നീക്കം നടത്തും, ഏത് തരത്തിലുള്ള നിലപാടെടുക്കുമെന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ യാത്ര കന്റോൺമെന്റ് ഹൌസിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ CH അച്യുതമേനോന് ശേഷം കന്റോൺമെന്റ് ഹൌസിൽ നിന്ന് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന ധനമന്ത്രി, മുഖ്യമന്ത്രി, അത് വി ഡി സതീശൻ. അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നു. വലിയ കോൺവേ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അദ്ദേഹം ഒഴിവാക്കിയതാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം നേരത്തെ ഇവിടെ നിന്ന് മടങ്ങി അവർ ഇവിടേക്ക് എത്തിയിരുന്നു, നിയമസഭയിലേക്ക് തിരിച്ചിരുന്നു. ഇപ്പോൾ കന്റോൺമെന്റ് ഹൌസിന്റെ പ്രധാനപ്പെട്ട വഴി കടന്നുകൊണ്ട് വി ഡി സതീശൻ നിയമസഭയിലേക്ക് പോകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും UDF-നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വി ഡി സതീശനെ സംബന്ധിച്ച് അവർ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന പല കാര്യങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ട എന്തൊക്കെ നീക്കങ്ങൾ നടപ്പിലാക്കുമെന്നുള്ളത് ഒരു രാഷ്ട്രീയ കൗതുകം കൂടിയായി നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. അതിനൊക്കെ അപ്പുറത്തേക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 10 വർഷത്തിന് ശേഷമുള്ള നയമാറ്റം, അത് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും, നികുതി വരുമാനമടക്കം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ നീക്കങ്ങൾ ഉണ്ടാകും, സംസ്ഥാനത്തിന്റെ വരുമാന വർധനവ് അത് നടപ്പാക്കിയേ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മാസ്കറ്റ് ഹോട്ടലും കടന്ന് വി ഡി സതീശന്റെ കോൺവേ നിയമസഭയിലേക്ക് പോകുന്നു. വളരെ അടുത്തുള്ള ദൂരമാണ്. കാരണം നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഒന്ന് കൂയി വിളിച്ചാൽ കേൾക്കാൻ കഴിയുന്ന ദൂരമാണ്. പക്ഷേ അവിടേക്ക് മിനിറ്റുകളുടെ യാത്രയാണെങ്കിലും ആ സമയത്ത് വി ഡി സതീശന്റെ മനസ്സിലെന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലതാണ്. സാധാരണഗതിയിൽ ഈ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന ധനമന്ത്രിയുടെ മുഖം നോക്കി വായിക്കുന്ന ചില ശീലങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ അദ്ദേഹം പ്രസന്നവദനായിരുന്നു. അദ്ദേഹം കന്റോൺമെന്റ് ഹൌസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ ബജറ്റ് ഉയർത്തിക്കാട്ടി. അതിനുശേഷം അദ്ദേഹം ചിരിയോടുകൂടി കാറിലേക്ക് കയറി പോവുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നയമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ കൗതുകമായി മാറുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് എന്ത് ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിയമസഭയുടെ വളരെ അടുത്തേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു. നിയമസഭയുടെ കവാടത്തിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 9 മണിക്കാണ് ബജറ്റ് അവതരണം. സാധാരണ KN ബാലഗോപാൽ 8:40 ആയിരുന്നു ഇറങ്ങിയിരുന്നത്. അദ്ദേഹം ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലായിരുന്നു താമസിച്ച വി ഡി സതീശൻ അങ്ങനെയല്ല. അദ്ദേഹം 8:30 തന്നെ ഇറങ്ങാനുള്ള നീക്കങ്ങൾ നടത്തിയതായി. ഇപ്പോൾ നിയമസഭയുടെ പ്രധാനപ്പെട്ട കവാടത്തിന് മുൻപിലേക്ക് വി ഡി സതീശൻ എത്തിയിരിക്കുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപനങ്ങൾ, അതേപോലെ തന്നെ ബാക്കിയുള്ള പദ്ധതി നടത്തിപ്പ്, അതിനൊക്കെ അപ്പുറത്തേക്ക് സ്വപ്ന പദ്ധതികളുടെ നടത്തിപ്പ് അത് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഇപ്പോൾ നിയമസഭയുടെ അകത്തേക്ക് വി ഡി സതീശൻ കയറുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വി ഡി സതീശനെ സംബന്ധിച്ച് നമുക്കറിയാം, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അദ്ദേഹം കാര്യമായി കൈകാര്യം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു യാഥാർത്ഥ്യത്തിൽ ഊന്നിയുള്ള ബജറ്റ് ആയിരിക്കും വി ഡി സതീശൻ അവതരിപ്പിക്കുക എന്ന് നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ ആ രീതിയിൽ വരുമാനമൊക്കെ വർദ്ധിപ്പിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ചോദ്യമാണ്. ഇനി രണ്ടാമത്തേത് കിഫ്ബി അടക്കമുള്ള കാര്യങ്ങളിലെ ആകാംക്ഷയാണ്. കിഫ്ബിയിൽ പൊളിച്ചെഴുത്തുണ്ടാകും, അതിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും, കിഫ്ബിക്ക് വേണ്ടി എങ്ങനെയായിരിക്കും സർക്കാർ പരിഗണന കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. നിയമസഭയുടെ പിൻവശത്തേക്ക് വി ഡി സതീശൻ എത്തുകയാണ്. അവിടെ എത്തി അദ്ദേഹം അതിനുശേഷം നിയമസഭയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനമായും അദ്ദേഹം ചെയ്തത് കക്ഷി നേതാക്കളെ കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ നിയമസഭയുടെ മുൻപിലേക്ക്, നിയമസഭയുടെ പിൻവശത്തേക്ക് വി ഡി സതീശൻ, ആ എൻട്രി ഡോറിലേക്ക് വി ഡി സതീശൻ എത്തിയിരിക്കുന്നു. ഇനി നിയമസഭയ്ക്കകത്ത് പ്രവേശിച്ചാൽ മതിയാകും. വലിയ രാഷ്ട്രീയ കൗതുകവും വലിയ തരത്തിലുള്ള മറ്റു കൗതുകങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ഉള്ളതാണ്. ഇപ്പോൾ നമുക്ക് നിയമസഭയുടെ പിൻവശത്തെ കവാടം കാണാൻ സാധിക്കും. ഈ കവാടത്തിൽ
അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ, അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകാൻ നമുക്ക് ഇവിടുത്തെ സേനാ വിഭാഗത്തെ കാണാൻ സാധിക്കും. വി.ഡി. സതീശൻ നിയമസഭയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സാമ്പത്തിക ക്രൈസിസ് ഒക്കെ മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെയായിരിക്കും ഒരു പുതിയ നീക്കം എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നിയമസഭ ബജറ്റ് അവതരണത്തിനായി, കന്നി ബജറ്റ് അവതരണത്തിനായി നിയമസഭയുടെ അകത്തേക്ക് വി.ഡി. സതീശൻ പ്രവേശിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.